കഴിഞ്ഞ ലെസണിൽ നമ്മൾ ക്വിക്ക് റീപ്ലൈ അയച്ചത് കാണിച്ചത്. ഓക്കെ, ഈ ക്വിക്ക് റീപ്ലൈ കസ്റ്റമർ കോൾ ഡീറ്റെയിൽസ് അവിടെ പോയി പിക്ചറുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, പിന്നെ ലിങ്കിലൊക്കെ പോയിട്ട് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കൂടുതൽ പ്രൊഡക്ട്സ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വിക്ക് റിപ്ലൈന് കൊടുത്തത്. എന്നാലും കസ്റ്റമറുടെ ട്രസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു സിമ്പിൾ വോയിസ് കൂടെ കസ്റ്റമർക്ക് അയക്കണം. അത് നമ്മളൊന്ന് വായിച്ച് പഠിക്കണതിനെ പറ്റി എന്താണെന്ന് വെച്ചാൽ 39 ദിർഹംസിൻ്റെ ഒരു മസാജ് കോംബോ ഓഫറാണ്. അപ്പോൾ കസ്റ്റമർക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് വോയിസ് അയക്കുന്ന അതെങ്ങനെ കാണിച്ചു തരാം. ഹൈ സാർ, 39 ദിർഹംസ് ആണ്, ഫ്രീ ഡെലിവറി ആണ്. ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെലിവറി അഡ്രസ്സ് അയച്ചോളൂ. വിത്തിൻ 2 വർക്കിംഗ് ഡേയ്സ് ഡെലിവറി കിട്ടും. ഈ ഒരു വോയിസ് നോട്ട് കൂടി, ഇതൊന്നും ഇട്ടില്ലാത്തതുകൊണ്ട് സെൻഡ് ആയിട്ടില്ല. ഓക്കെ, ഈ ഒരു വോയിസ് നോട്ട് കൂടി നമ്മൾ കസ്റ്റമർക്ക് അയച്ച്, അപ്പോൾ കസ്റ്റമർ ഓക്കെയാണ്. ഇതിനൊരു ഇതുകൂടി അയക്കണം. കസ്റ്റമർക്ക് ഓർഡർ ചെയ്യാനുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് അതും കൂടി ക്വിക്ക് റിപ്ലൈയിൽ ആഡ് ചെയ്യണം. അതൊക്കെ ഞാൻ തരും. ഓർഡർ ചെയ്യാനുള്ള ഈ ഒരു ഫോർമാറ്റ് എന്താക്കുന്നു, കോപ്പി ചെയ്ത് സെയിം നേരത്തെ ചെയ്തില്ല ക്വിക്ക് റിപ്ലൈ, അതുപോലെ തന്നെ അതും അവിടെ സേവ് ആക്കുന്നു. ഓർഡർ മലയാളം എന്നിട്ട് അതായത് മലയാളത്തിൽ ഓർഡർ ചെയ്യാനുള്ള ഫോർമാറ്റ്, ആ ഫോർമാറ്റ് കോപ്പി ചെയ്ത് വെക്കണം. ഒന്നുമില്ല, ഓർഡർ ചെയ്യാൻ നിങ്ങളുടെ ലൊക്കേഷൻ മാപ്പ്, ബിൽഡിംഗ് നെയിം, വില്ല നമ്പർ, അങ്ങനെ ഫോർമാറ്റ് ഉണ്ടല്ലോ, അത് കൊടുക്കുന്നത്, ജസ്റ്റ് സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇതുവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കസ്റ്റമർക്ക് നമ്മളെന്തൊക്കെ കൊടുത്ത്, ക്വിക്ക് റിപ്ലൈ കൊടുത്ത്, ചെറിയൊരു വോയിസ് കൊടുത്ത്, ഓർഡർ ചെയ്യാനുള്ള ഫോർമാറ്റ് കൂടി. അതിപ്പം ഡയറക്റ്റ് അടിക്കേണ്ട, ഓർഡർ അടിച്ചാൽ തന്നെ ഡയറക്റ്റ് വരും. അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ മുകളിൽ തന്നെ ഉണ്ടെങ്കിൽ നേരെ ക്ലിക്ക് കൊടുത്താലും മതി. ഓർഡർ ചെയ്യാനുള്ള ഫോർമാറ്റും കൊടുത്ത്. ഓക്കെ, ഇത്രയാണ് ഒരു കസ്റ്റമർക്ക് ഫസ്റ്റ് ഫോളോ അപ്പ്. പിന്നെ ഒരു 8 അവേഴ്സിന് ശേഷം നമ്മൾ ഹായ് സാർ, ഓർഡർ ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുക. ഒരു 8 അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് ടൈം പറഞ്ഞാണ്. വീണ്ടും 8 അവേഴ്സ്, ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആവും. നെക്സ്റ്റ് ഡേ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്വിക്ക് റിപ്ലൈ അയക്കുന്നു. ഒരു ഫ്രീ ഗിഫ്റ്റിൻ്റെ ക്വിക്ക് റിപ്ലൈ കൂടി നമ്മൾ ആഡ് ചെയ്യാനുള്ള ഞാൻ തരും. അത് അതാകുന്ന കസ്റ്റമർക്ക് അയക്കുന്നത്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് അതിനെ ഈ തന്നെ ടാഗ് ചെയ്തിട്ട്, കസ്റ്റമർക്ക് ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ അതിന് തന്നെ ടാഗ് ചെയ്തിട്ട് ആ ക്വിക്ക് റിപ്ലൈ നമ്മൾ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരു പിക്ചറും നമ്മുടെ ഡിസ്ക്രിപ്ഷനും പോകും. അതായത് ആ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ ഗിഫ്റ്റ് കൂടെ കിട്ടും എന്നുള്ളതാണ്. നാലാമത്തത് വീണ്ടും 8 അവേഴ്സ് കഴിഞ്ഞിട്ട്, അപ്പോൾ നെക്സ്റ്റ് ഡേ നൈറ്റ് ആവും. അതിൻ്റെ ഇടയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 1 2 3 4 ഫോളോ അപ്പ് ഒന്നും വേണ്ട. ഓർഡർ ചെയ്താക്ക് നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റ് വേണം, ഓഫർ ഉണ്ട്, മറ്റെന്തെങ്കിലും വേണമെങ്കിൽ ഒരു ഓഫറും കൂടി അയച്ചു കൊടുക്കും. ചിലപ്പോൾ അവർ വേണമെന്ന് പറയും, ചിലപ്പോൾ വേണ്ടാന്ന് പറയും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ നാലാമത്തെ ഫോളോ അപ്പിൽ നമ്പർ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ തന്നെ ക്വിക്ക് റിപ്ലൈ അതും ഞാൻ അയച്ചു തരും. അതായത് നമ്മളെ നമ്പർ അവർ സേവ് ചെയ്താൽ മാത്രമേ അവർക്ക് നമ്മളെ ഫ്യൂച്ചറിൽ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ബ്രോഡ്കാസ്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു ഫോർമാറ്റ്, അത് ക്വിക്ക് റിപ്ലൈയിൽ ആഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്പർ സേവ് ചെയ്യാന്ന് വെച്ചാൽ ഈ 4 ഫോളോ അപ്പും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്പർ സേവ് ചെയ്യേണ്ടത്. മിനിമം ഡെയിലി ഒരു 30 to 40 നമ്പർ സേവ് ചെയ്യണം. അതെങ്ങനെ സേവ് ചെയ്യണമെന്ന് വെച്ചാൽ താത്തൻ്റെ പേര് ഷമീം എന്നാണ്. SH സ്പേസ് 1, SH സ്പേസ് 2, കസ്റ്റമറുടെ പേരെന്തോ മുഹമ്മദ് എന്നോ രാജേഷ് എന്നോ വട്ടവർ എന്താണെങ്കിലും നമ്മൾ സേവ് ചെയ്യുന്നത് നമ്മളെ പേര് വെച്ചിട്ട്. ഓക്കെ, ഇതാണ് ക്വിക്ക് റീപ്ലൈ. മനസ്സിലായി, കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യേണ്ട മനസ്സിലായി. ഇതിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, നെക്സ്റ്റ് കാറ്റലോഗ് എന്നുള്ള പാർട്ടാണ്. അത് അടുത്ത ലെസണിൽ കാണിച്ചു തരും.